യുഎസ് സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ അമേരിക്കയുടെ സൈബർ ഏജൻസി തലവൻ ChatGPTയുടെ പൊതു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തി. സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാതെയാണ് അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട വിവരങ്ങൾ ChatGPTയിൽ പങ്കുവച്ചത്. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസിയുടെ ആക്ടിംഗ് ഡയറക്ടർ മധു ഗോട്ടുമുക്കാലയാണ് ജോലി ആവശ്യങ്ങൾക്കായി AI പ്ലാറ്റ്ഫോമിൽ കോൺട്രാക്ടിംഗ് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകൾ പങ്കുവച്ചത്. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂരിറ്റി ഏജൻസിയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഇന്ത്യൻ വംശജനായ മധു ഗോട്ടുമുക്കല. സംഭവം സുരക്ഷാ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്നാണ് US സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരം. പൊതുജനങ്ങൾക്ക് ലഭ്യമായ ChatGPTയിൽ നൽകുന്ന വിവരങ്ങൾ OpenAI എന്ന കമ്പനിയുമായി പങ്കുവയ്ക്കപ്പെടുന്നതിനാൽ മറ്റു ഉപഭോക്താക്കൾക്ക് മറുപടി നൽകുന്നതിന് ഈ വിവരങ്ങൾ ഉപയോഗപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ്. വിവരങ്ങൾ ഫെഡറൽ നെറ്റ്വർക്കിനുള്ളിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന DHS ചാറ്റ് പോലുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടായിരുന്നപ്പോഴാണ് ഇത്തരമൊരു വീഴ്ച സംഭവിച്ചത്. അപ്ലോഡ് ചെയ്യപ്പെട്ട രേഖകൾ രഹസ്യ സ്വഭാവമുള്ളവയുടെ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ പാടില്ലാത്ത ഔദ്യോഗിക ആവശ്യത്തിന് മാത്രം എന്ന വിഭാഗത്തിലുള്ള ഗവൺമെന്റ് കരാർ രേഖകളാണ്. DHS ജീവനക്കാർക്ക് ChatGPT ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. എന്നാൽ ChatGPT ഉപയോഗിക്കാനുള്ള അനുമതിക്കായി ഗോട്ടുമുക്കല സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി CLSA ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയങ്ങൾക്കനുസൃതമായുള്ള നടപടിയാണ് CLSAയുടെ പബ്ലിക് അഫയേഴ്സ് ഡയറക്ടർ മാർസി മക്കാർത്തി വിശദീകരിച്ചു. DHSന്റെ കൃത്യമായ നിയന്ത്രണങ്ങളോടെ പരിമിതമായ രീതിയിലാണ് മധു ഗോട്ടുമുക്കല ChatGPT ഉപയോഗിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആധുനിക സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ചുമതലപ്പെട്ട ഏജൻസിയുടെ തലപ്പത്തു നിന്നുണ്ടായ നടപടി ഗൗരവകരമായ ഒന്നാണെന്ന് സുരക്ഷാ നിരീക്ഷകർ കാണുന്നത്.